എല്ലാവർക്കും മാസ്റ്റർ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടുപ്പാണ്, അതായത് ഒരു സ്റ്റൗവ്. അതായത് സിമെന്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടുപ്പാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് ഇതുപോലത്തെ ഒരു സ്റ്റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അടുപ്പ് ഉണ്ടാക്കുന്നതെന്നല്ലേ? അതായത് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു അച്ചായിട്ട് അതായത് ഒരു മോൾഡായിട്ട് ഉപയോഗിക്കും. അതിനുശേഷം ഇതിലേക്ക് സിമെന്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടുപ്പാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കത്തുന്നതും അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാനൊക്കെ പറ്റിയ ഒരു അടുപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റൗവിൻ്റെ വീഡിയോയിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു മോൾഡായിട്ട്, അതായത് അച്ചാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വില കുറഞ്ഞൊരു സ്റ്റൂളാട്ടോ. അപ്പോൾ ഏതെങ്കിലും നമ്മൾ സ്റ്റൂൾ എടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് തെർമോകോളിൻ്റെ പീസുകളാണ്. 4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് കട്ട് ചെയ്യാണ്ട്, ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ കട്ട് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിങ്ങനെ ചെരിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ ഓപ്പണായി കിടക്കുന്ന ഈ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തെർമോകോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഒരു പീസ് എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു ത്രികോണ ഷേപ്പില്ലേ ഒരു ഇതിന്, അതായത് സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു 4 പീസും ഇതേപോലെ ചെറുതായിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കുക. ഈ ഒരു സ്റ്റൂൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ 4 സൈഡിലും ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ചുറ്റിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതോടുകൂടി ഇത് കംപ്ലീറ്റ് ആയി. ഇത് ഫുള്ളായിട്ട് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, ഇതെല്ലാ ഭാഗവും നന്നായിട്ട് ഫില്ലായി നല്ല ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മണൽ നിറക്കാൻ പോവുകയാണ്. കുറച്ച് മണലെടുത്തതിന് ശേഷം ഇതിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഏകദേശം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബോർഡർ വരുന്നില്ലേ, ഈ താഴെ വരുന്ന അതുവരെ നമ്മൾ കറക്റ്റായിട്ട് മണൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ ചട്ടകോ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ താഴെ ഭാഗത്ത് നല്ല മണൽ മാത്രം ഫില്ല് ചെയ്തിട്ടുണ്ട്. മണൽ മാത്രം 1 ഇഞ്ച് കനത്തിൽ നന്നായിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ലെവലൊക്കെയാണുള്ളത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് സിമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്കൊക്കെ നന്നായിട്ട്, ഇതിപ്പോൾ ഓയിലാണ്, വേസ്റ്റ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതിലൊക്കെ പുരട്ടി കൊടുക്കുക, ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺക്രീറ്റ് കറക്റ്റായിട്ട് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു വാഴയുടെ ഒരു പീസാണ്. കണ്ടോ, ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ കറക്റ്റായിട്ട്. ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ്. ഏകദേശം ഇതിൻ്റെ ഒരു വലിപ്പം ഇതിനേക്കാൾ ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്റർ കുറഞ്ഞാൽ മതി. ഈ കാണുന്ന ഒരു പീസ് ഉണ്ടല്ലേ, ഈ താഴെ കാണുന്നത് നമ്മുടെ സ്റ്റൂളിൻ്റെ താഴെ വരുന്ന ആ ഒരു പീസിൻ്റെ ഏകദേശം 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു വലുപ്പത്തിലുള്ള കുറച്ചൊക്കെ വലുപ്പം വണ്ണം കൂടിയ വായ എടുക്കട്ടെ. അതിനുശേഷം ഇതേപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു ഭാഗത്ത് മാത്രം തെർമോകോൾ വെക്കേണ്ട ആവശ്യമുണ്ട്. ആ തെർമോകോൾ എങ്ങനെ കട്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം ആ ഒരു തെർമോകോളിൻ്റെ പീസ് നമുക്ക് ഇവിടേക്ക് ഇറക്കി വെക്കാം. ഈ കാണുന്ന തെർമോകോളിൻ്റെ പീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിറകൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റൗവിൻ്റെ ഓപ്പൺ ഭാഗം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഈ ഒരു വലിപ്പമൊക്കെ മതിയാവും. ഈ വലിപ്പത്തിൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് പോരാ, ഒരു 2-3 പീസ് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മളിതുപോലെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3 നമുക്കൊന്ന് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറുതായിട്ട് നമ്മുടെ ആ വായൻ്റെ ഒരു പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പാണല്ലോ. അപ്പോൾ അതിലേക്ക് അടുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മളിത് കട്ട് ചെയ്ത് ചെറുതായിട്ടൊരു ബെൻഡ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ അച്ചില്ലേ അതിലേക്ക് പോകാം. അതിനുശേഷം ആ ഒരു മോൾഡിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റൂളിലേക്ക് എത്രത്തോളം ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ചുണ്ടാക്കുക, അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 2:1. അപ്പോൾ ആ ഒരു ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ഉണ്ടാവും. അപ്പോൾ 2 കപ്പ് മണൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് 1 കപ്പ് സിമെൻറ്റ് കൂടി ഇട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ ഇത് മണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സാൻഡ് ആട്ടോ, അതായത് വലിയ തരി എം സാൻഡ്, ഈ കോൺക്രീറ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എം സാൻഡ്. ജസ്റ്റ് ഞാൻ ഒന്ന് കാട്ടിത്തരാം. ഈ ഒരു തരി കേട്ടോ, ഇതുപോലത്തെ തരി എം സാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 2 കപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് സിമെൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആ സ്റ്റൂളിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ തെർമോകോളിൻ്റെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഫുള്ളായിട്ട് ഇതുപോലെ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഫിനിഷ് ആവണമെങ്കിൽ, ഒരു ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് കുത്തി കൊടുക്കണം. അതുപോലെ തന്നെ സൈഡിലുള്ളത് തെർമോകോളിൻ്റെ പീസാണ്, അതിന്മേൽ കുത്തി കൊള്ളാതെ നോക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു വായ മൂടി പോകരുത്, വായയുടെ കറക്റ്റ് ലെവലിലായിട്ട് നമ്മൾ നിർത്തുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നെറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ ഒരു കാര്യം മറന്നു, അതായത് ഇതുപോലത്തെ 2, 3, 4 കമ്പിയുടെ പീസ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ഇതിൻ്റെ 4 സൈഡിലും ആ ഒരു കറക്റ്റ് സെൻട്രലായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഉറപ്പ് കിട്ടും. അതായത് ഇത് നമ്മുടെ ഈ ഒരു വായൻ്റെ പീസൊക്കെ എടുക്കുന്ന സമയത്ത് പൊട്ടി പോകാതിരിക്കാൻ നന്നായിട്ട് സഹായിക്കൂട്ടത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഫസ്റ്റിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നേരെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഇവിടെ വായ ഇങ്ങനെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു തെർമോകോളിൻ്റെ പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ നന്നായിട്ട് ഈ ഒരു സിമെൻറ്റ് ഫില്ല് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളിത് കറക്റ്റായിട്ട് ഒരു നെറ്റിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ കറക്റ്റായിട്ട് കൊള്ളുന്ന രീതിയിലുള്ള ഒരു നെറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്ന സിമെൻറ്റ് പറഞ്ഞാൽ സിമെൻറ്റ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം അത് മാത്രം ഇങ്ങനെ ഗ്രൗട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ സൈഡിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് പോലെ അതിൻ്റെ സൈഡിൽ മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 തെർമോകോളിൻ്റെ പീസ് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തതിനു ശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ പീസ് വെച്ച് കൊടുക്കുക. ഇത്രയും തെർമോകോൾ വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റൗവിന് 4 കാലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ കാല് വരുന്ന ഭാഗം മാത്രമേ ഇപ്പോൾ ഗ്യാപ്പുള്ളൂ. അതിലേക്ക് നമുക്ക് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 4 കമ്പി കഷ്ണം ഇതിൻ്റെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും നമ്മുടെ ഈ ഒരു സ്റ്റൗവിൻ്റെ കാല്. അപ്പോൾ 4 കാലിലേക്കും നമ്മൾ ഇതുപോലത്തെ 4 കമ്പി കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി ഒരു ദിവസം ഫുള്ളായിട്ട് 24 hours വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. അതായത് 24 മണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാണ്. ഇതിലുള്ള ആദ്യം തന്നെ ആ തെർമോകോളിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അടുപ്പിന് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടോ. ഒരാഴ്ചൻ്റെ ആവശ്യമൊന്നുമില്ല, 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോരോ തിരക്ക് കാരണം അങ്ങനെ ആഴ്ചയിലേക്ക് മാറിപ്പോയത് കേട്ടോ. ഏതായാലും നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. എന്താ ഇതിൻ്റെ നമുക്ക് ചെറിയൊരു ഫാൾട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ആദ്യം കാണിച്ചു തരാം കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ റെഡിയാണ്, പക്ഷേ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് പുറത്തേക്ക് നിന്നു. അതായത് കോൺക്രീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞ ടൈമിൽ കുറച്ച് പുറത്തേക്ക് ഞാൻ നിന്ന്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇവിടെ ആ ഒരു സിമെൻറ്റൊക്കെ നന്നായിട്ട് കളഞ്ഞ് അത് ലെവലാക്കി മാറ്റി. ഓക്കെ, അത് ഞാൻ വീഡിയോയിൽ കാട്ടിയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. തെർമോകോൾ ഇട്ടുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നല്ല പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കുക. തെർമോകോൾ ഒരിക്കലും പുറത്തേക്ക് വരരുത്. ഏതായാലും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. നല്ല റിസ്ക് ആട്ടോ ഇത് കിട്ടാൻ. ഒരുപാട് കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിന്നുകൊണ്ടാട്ടോ. കറക്റ്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റാണ്. ആ ഒരു ഭാഗം ഒന്നും വലിയ റിസ്ക് ഇല്ല, കറക്റ്റായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ചെത്തി കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ് റിസ്ക്. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ വെക്കുക. ഓക്കെ, കണ്ടോ? ഇതിൽ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ആ ഒരു മണലാണിത്. ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള ഈ ഒരു വാഴയുടെ പീസ് നമ്മൾ എടുക്കാൻ പോകട്ടോ.
ഇപ്പോൾ ഇതിന്റെ ഈ റൗണ്ട് ഷേപ്പ് കണ്ടോ, നല്ലൊരു വലിയ വായന്റെ പീസ് വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഹോൾ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു തെർമോകോളിന്റെ പീസ്, നിങ്ങൾക്ക് അറിയായിരിക്കും ഇവിടെ തെർമോകോളിന്റെ പീസാണ് നമ്മൾ ഒട്ടിച്ചൊക്കെ വെച്ചത്. അപ്പൊ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ ഓക്കെ, നമ്മൾ ആ ഒരു തെർമോകോളിന്റെ പീസൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഇനി നമുക്ക് ഇതിലൂടെ വിറക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു തെർമോകോളിന്റെ പീസും കൂടി നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ കേട്ടോ. അതായത് ഇതിന്റെ ഉൾഭാഗത്ത് നമ്മൾ ആ നെറ്റിന്റെ മുകളിൽ വെച്ചൊരു തെർമോകോളിന്റെ പീസ് ഓർമ്മയില്ലേ, അതും കൂടി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അടുപ്പിന്റെ വിറക് വെക്കാനുള്ള സ്ഥലമാണിത്. ഓക്കെ, അവിടെ വിറക് വെച്ചതിന് ശേഷം വെണ്ണീരൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇതിലൂടെ ഈ ഒരു നെറ്റിലൂടെ താഴേക്ക് വീഴും. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് വിറക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ താൽക്കാലികമായിട്ടൊരു പരിപാടി ചെയ്യാണ്. ജസ്റ്റ് നമ്മളൊരു കല്ല് വെച്ച് വെക്കാണ്. ഒരു 4 കല്ല് 4 ഭാഗത്തും വെക്കാണ്. അപ്പം ഇത് നമ്മൾക്ക് ഇങ്ങനെ സിമെന്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കി വെക്കാണ് വേണ്ടത്. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ്. നമ്മൾ 4 കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അടുപ്പിൻ്റെ ബാക്ക് ഭാഗമാണ്, അതായത് ബാക്കി 3 സൈഡാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ കറക്റ്റ് നമ്മൾ ഈ ഇത് ഫില്ല് ചെയ്തുകൊണ്ട് അവിടെയൊക്കെ ഒന്നും ഒരു പ്രശ്നം വരില്ല. ആ സെൻറ്റർ നമ്മൾ ഈ വിറക് വെക്കാൻ വരുന്ന അവിടെ മാത്രമേ തീ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും ഇത് ഇവിടുന്ന് എടുക്കുകയാണ്. ഓക്കെ, കേട്ടോ, നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതാ വെണ്ണീര് ഫുള്ള് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സുഖം കൂടി ഉണ്ട് കേട്ടോ ഇതിന്. വെണ്ണീര് ഫുള്ള് ഇവിടെ താഴേക്ക് വീണുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും വിറക് വെച്ച് ഇങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ വെണ്ണീരൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ആ നെറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു അടുപ്പ് എന്ന് പറയുന്നത്. കുറച്ച് കനമുണ്ട്, ജസ്റ്റ് ഞാൻ അതൊന്ന് താഴെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ റെഡിയായി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ 1-2 അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല, ആകെ സിമെൻറ്റും കുറച്ച് മണലും മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് കൊണ്ടാണ് ഒരു കല്ലൊക്കെ ഒപ്പിച്ചൊക്കെ അടുപ്പ് ഉണ്ടാക്കാറില്ലേ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് കാറിലേക്ക് എടുത്തിട്ട് നമുക്ക് ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടുപ്പാണ്. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഉപയോഗിക്കട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ താഴെ ഒരു നെറ്റ് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആ വെണ്ണീരും കാര്യങ്ങളൊക്കെ താഴേക്ക് വീഴുന്നതുകൊണ്ട് ആ ഒരു കാര്യം വളരെ സിമ്പിളായി. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 3 കല്ല് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോയുടെ ടൈം കാരണം പെട്ടെന്ന് വീഡിയോ ഇറക്കേണ്ടത് കൊണ്ടാണ് ആ ഒരു കാര്യം ചെയ്യാൻ. ജസ്റ്റ് കല്ല് വെച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമെൻറ്റ് കൊണ്ട് ചെറിയ ഒരു 3-4 പോയിന്റ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറയുന്നത്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മളൊരു അടുപ്പ് ഉണ്ടാക്കിയിരുന്നു, അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ബോക്സിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റോക്കറ്റ് അടുപ്പിൻ്റെ വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.